ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ടൈമർ ഉണ്ടായിരിക്കും. അത് ശരിയാണെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ അങ്ങനെ മാർക്ക് കൂട്ടി അവസാനം എത്ര മാർക്ക് കിട്ടുന്നു എന്ന് കമന്റ് ചെയ്യാം. കശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്ന രാജാവ്? സൈനുലാബ്ദീൻ ആണ് കശ്മീരിലെ അക്ബർ. ടെന്നീസ് മത്സരങ്ങൾ നടത്താറുള്ള വിംബിൾഡൺ ഏത് രാജ്യത്താണ്? ടെന്നീസ് മത്സരങ്ങൾ നടത്താറുള്ള വിംബിൾഡൺ ഏത് രാജ്യത്താണ്? ബ്രിട്ടൻ. അഷ്ടാംഗ സംഗ്രഹം രചിച്ചതാര്? അഷ്ടാംഗ ഹൃദയം നമുക്കറിയാം, അതുപോലെ അഷ്ടാംഗ സംഗ്രഹം. വാഗ്ഭടൻ. മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? മെയ് 31 എന്ത് ദിനമായി ആചരിക്കുന്നു? പുകയില വിരുദ്ധ ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ? ഏഷ്യാനെറ്റ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭു. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് എവിടെ? തിരുവിതാംകൂറിലാണ്. അന്താരാഷ്ട്ര നാണയ നിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതിന്റെ ആസ്ഥാനം എവിടെയാണ്? അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ ഓർണിത്തോളജി. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി? രാജ്കുമാരി അമൃത് കൗർ. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റ്. സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അലഹബാദ് പ്രശസ്തി തയ്യാറാക്കിയത് ആര്? ഹരിസേനൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളി? ട്രോപ്പോസ്ഫിയർ എന്നാണ്, സ്റ്റിയർ എന്നല്ല, ട്രോപ്പോസ്ഫിയർ. കേരളത്തിലെ ആദ്യത്തെ വിദ്യുത് ശക്തി മന്ത്രി ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആണ് പറയുന്നത്. വി ആർ കൃഷ്ണയ്യർ. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇബാദത്ത് ഖാന സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഫത്തേപൂർ സിക്രി.
ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് KS മണിലാൽ. KS മണിലാൽ. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ പഴയ പേര്. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ പഴയ പേര് സലിം. സലിം. താജ്മഹൽ നിർമ്മിച്ച ശില്പി ആര്? താജ്മഹൽ നിർമ്മിച്ച ശില്പി ആര്? ഉസ്താദ് ഈസ. ഉസ്താദ് ഈസ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. കേരളം. ഗാന്ധാരം എന്ന പഴയ നഗരത്തിന്റെ പുതിയ പേര്. ഗാന്ധാരം എന്ന പഴയ നഗരത്തിന്റെ പുതിയ പേരെന്ത്? കാണ്ഡഹാർ. കാണ്ഡഹാർ. കർണാട്ടിക് സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ പെടാത്തത്. കർണാട്ടിക് സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ പെടാത്തത് ശ്രീനിവാസ അയ്യങ്കാർ. ശ്രീനിവാസ അയ്യങ്കാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ, അതായത് PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഡൽഹി. ഡൽഹി. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന് അർഹയായ ആദ്യത്തെ വനിത. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന് അർഹയായ ആദ്യത്തെ വനിത കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആദ്യമായി ആഘോഷിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആദ്യമായി ആഘോഷിച്ചത് 1930 ജനുവരി 26-നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആദ്യമായിട്ട് ആഘോഷിച്ചത്. 1930 ജനുവരി 26. മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായ വർഷം. മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായ വർഷം 1895. 1895. ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ്? ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനം? മധ്യപ്രദേശ്. മധ്യപ്രദേശ്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ BFI അവാർഡ് നേടിയ മലയാള സിനിമ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാള സിനിമ എലിപ്പത്തായം. എലിപ്പത്തായം. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം മുഴക്കി ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം മുഴക്കി ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത്. ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലം? ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലം? സ്വാതി തിരുനാളിന്റെ ഭരണകാലം. സ്വാതി തിരുനാൾ. ശരീരത്തിലെ രക്തബാങ്ക്. ശരീരത്തിലെ രക്തബാങ്ക്. പ്ലീഹ. പ്ലീഹ അഥവാ സ്പ്ലീൻ. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം.
ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം? ജിറാഫ്. ജിറാഫ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. മുഹമ്മദ് യൂനുസിന് ഏത് വിഭാഗത്തിലാണ് 2006 നോബൽ സമ്മാനം ലഭിച്ചത്? മുഹമ്മദ് യൂനുസിന് ഏത് വിഭാഗത്തിലാണ് 2006 നൊബേൽ സമ്മാനം ലഭിച്ചത്? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. മഹാബലിപുരം പട്ടണം നിർമ്മിച്ചതാര്? മഹാബലിപുരം പട്ടണം നിർമ്മിച്ചത് ആര്? നരസിംഹവർമ്മൻ ഒന്നാമൻ. കുണ്ടറ വിളംബരം നടത്തിയതാര്? കുണ്ടറ വിളംബരം നടത്തിയത് ആര്? വേലുത്തമ്പി ദളവ. ഹാരപ്പ ഏത് നദിയുടെ തീരത്തായിരുന്നു? ഹാരപ്പ ഏത് നദിയുടെ തീരത്തായിരുന്നു? രവി നദിയുടെ. രവി. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ചാൾസ് വിൽക്കിൻസ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ബനവാലി ഏത് സംസ്ഥാനത്താണ്? സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ബനവാലി ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഇന്ത്യയിലെ 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ 5ാമത്തെ വേദം? മഹാഭാരതം. 5ാം വേദം ഏതാണ്? മഹാഭാരതം. ഇളങ്കോവടികൾ രചിച്ച കൃതി? ചിലപ്പതികാരം. 2ാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? 2ാം പാനിപ്പത്ത് യുദ്ധം അക്ബറും ഹെമുവും തമ്മിലായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയ 45 ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു, എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻസ് അറിയിക്കുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് അറിയിക്കുക, ഏത് ടോപ്പിക്കിലാണ് നമുക്കിനി അടുത്ത ക്ലാസ് വേണ്ടതെന്നും കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.